അങ്ങോട്ട് നടന്നോട് മക്കളെ, വേഗം അങ്ങോട്ട് എത്തണ്ടേ. നടക്ക് ആരോടാ, ഇന്നോട് തന്നെ. തട്ട് നല്ല തട്ട്. അപ്പോൾ കുറച്ച് ഫ്രൂട്ട്സും കുറച്ച് സ്വീറ്റ്സും ബേക്കറിയൊക്കെ ആയല്ലോ ആവാല്ലേ. നല്ല തണവത്ത് നല്ല ജ്യൂസ്. ഞാനെടുത്തോടുത്ത ഷർട്ട് നല്ല ഭംഗിയുണ്ട്. പൊറാട്ടയും ബീഫും. ആഹാ ഇക്കാകാ പോവല്ലേ പുട്ടും ഇറച്ചിയും. ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. ഫാത്തിമ പൊന്നൂസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എവിടേക്കാ പോകണമെന്നറിയോ? ഉമ്മാൻ്റെ അടുത്തേക്ക് പോകാൻ കേട്ടോ. വട്ടുള്ളിത്തെ ഉമ്മാൻ്റെ അടുത്തേക്ക് കേട്ടോ, ഇട്ടോണത്തല്ല. നടന്നിട്ടാണ് കേട്ടോ പോണത്. മെയിൻ റോഡിൽ നിന്ന് ഇങ്ങോട്ട് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പോക്കറ്റ് റോഡ് ഉണ്ട് കേട്ടോ. ആ കാണുന്നത് ക്വാർട്ടേഴ്സിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. അവിടെ നിന്ന് ക്രോസ് ചെയ്തിട്ട് പിന്നെ ഈ പോക്കറ്റ് റോഡിൽ കൂടെ ഞങ്ങൾ ഉമ്മാൻ്റെ അടുത്തേക്ക് പോവാണ് കേട്ടോ. ഉമ്മ ഒരാഴ്ചയിൽ 2-3 പ്രാവശ്യം വരും. അപ്പോൾ 2 ദിവസമായിട്ട് വന്നിട്ടില്ല. അപ്പോൾ ഉമ്മാൻ്റെ അടുത്തേക്ക് ഞങ്ങൾ അങ്ങോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ വെഡ്ഡിങ് ആനിവേഴ്സറി സർപ്രൈസ് ഗിഫ്റ്റ് വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടിട്ട് വരുന്നതാണ് എന്ന് വിചാരിക്കുന്നു കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് പേഴ്സണലായിട്ടൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അൽഹംദുലില്ലാ. അപ്പോൾ ഞങ്ങൾ സർപ്രൈസ് ഗിഫ്റ്റ് കൊടുത്തതിൻ്റെ പിറ്റേ ദിവസമാണ് കേട്ടോ. പിന്നെ ഇന്ന് കാലത്ത് കാക്ക് പെയിൻറ്റിങ് ആണ് കേട്ടോ വർക്ക്. ജോലിക്ക് പോയതിന് ശേഷം പണികളൊക്കെ കഴിഞ്ഞിട്ട് ഞാനും മക്കളും കൂടിയിട്ട് ഉമ്മാൻ്റെ അടുത്തേക്ക് വരികയാണ് കേട്ടോ. ഇന്ന് കാലത്ത് പോകുമ്പോൾ ഇന്നലെ കൊടുത്തിട്ടുള്ള ഡ്രസ്സ്, അതിലത്തെ ബ്ലാക്ക് ടീഷർട്ടൊക്കെ ഇട്ടിട്ട് എങ്ങനെയുണ്ട്, ഭംഗിയുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് പോയിട്ടോ. കണ്ടപ്പോൾ സന്തോഷമായി. ആൾക്ക് കറക്റ്റ് പാകാണ്, എല്ലാ ഡ്രസ്സും നല്ല കറക്റ്റ് പാകാണ് കേട്ടോ. അപ്പോൾ പണികളൊക്കെ കഴിഞ്ഞ് നോക്കുമ്പോൾ ഉമ്മാൻ്റെ അടുത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഇതിങ്ങനെ മെയിൻ റോഡിൽ കൂടെ പോകുമ്പോൾ അന്ന് ഞാൻ പറഞ്ഞ പോലെ നിറച്ച് വണ്ടികളൊക്കെ ഉള്ള കാരണം ഒരു സുഖം ഉണ്ടാവില്ല. ഇതാകുമ്പോൾ അധികം വെയിലൊന്നും ഇല്ലാതെ പച്ചപ്പൊക്കെ നിറഞ്ഞ് നല്ല ചെറിയ റോഡാണ്. അപ്പോൾ നല്ല സുഖമായിട്ട് നടന്നിട്ട് അങ്ങനെ പോവുക. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നടന്നിട്ട് വരികയാണ് കേട്ടോ. നടന്നിട്ട് വീട്ടിലെത്തിട്ടോ, തറവാട്ടിലെത്തി. തറവാട് റോഡിൻ്റെ സൈഡിൽ വട്ടളി സെൻറ്ററിൽ കണ്ട ബസ് വന്നിക്കണുണ്ടോ. വട്ടളി സെൻറ്ററിൽ തന്നെയാണ് കേട്ടോ വീട്, തറവാട്. അങ്ങനെ ഞങ്ങൾ തറവാട്ടിലെത്തി. ചെന്നപ്പോൾ വഴിയിൽ നിന്ന് വരുന്നത് കണ്ടപ്പോൾ തന്നെ ഉമ്മ അവിടെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ഉമ്മ ഞങ്ങളെ കണ്ട് കുട്ടികൾ സലാം പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ഉമ്മൊക്കെ വെച്ച്. എന്നിട്ട് ഉമ്മ പിന്നെ ഉപ്പാക്ക് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ വിളമ്പി വെക്കാൻ വേണ്ടി പോയിട്ടാ. പിന്നെ കുറച്ച് നേരം ഞങ്ങളോടൊക്കെ ഇരുന്ന്. അങ്ങനെ ഏട്ടൻ വന്ന്, മൂത്ത ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ വന്നിട്ട് പിന്നെ ഫുഡൊക്കെ കഴിച്ച്, ഫുഡ് കഴിക്കില്ല, ഫുഡ് കൊണ്ടുപോയി. അവിടെ എത്താതെ വീട്ടിൽ പോയിക്കാം. അപ്പോൾ ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾക്കൊന്ന് വർത്താനൊക്കെ പറഞ്ഞ് ഫുഡൊക്കെ ആയിട്ട് പോയി. പിന്നെ ഉപ്പാക്കും ഫുഡ് കൊടുത്ത്. അത് കഴിഞ്ഞതിന് ശേഷം മക്കളും ഫുഡ് കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനും ഫുഡ് കഴിച്ച്, ഞാനും ഉമ്മയും കൂടി ഇന്നത്തെ ഫുഡ് കഴിച്ച്. അങ്ങനെ ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പാത്രങ്ങളൊക്കെ കുറച്ചുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ എടുത്ത് കഴുകി വൃത്തിയാക്കി അടുക്കള ക്ലീൻ ചെയ്തിട്ട് കേട്ടോ. അപ്പോൾ ഉമ്മ പറഞ്ഞു, ഏതായാലും പണികളൊക്കെ കഴിഞ്ഞതല്ലേ. ഉപ്പാക്കും ചോറ് കൊടുത്ത്, മുത്തും ചോറുന്നിട്ട് പോയി. എന്നാൽ നമുക്ക് സീനടക്ക് പോയാലോ എന്ന് പറഞ്ഞ്. സീന എന്ന് പറഞ്ഞാൽ ആരാച്ചിട്ട് അമ്മയുടെ മൂത്ത മോള്, ഇക്കാൻ്റെ മൂത്ത പെങ്ങളാണ് കേട്ടോ. അപ്പം ഉമ്മാക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ് കേട്ടോ. താത്താൻ്റെ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മക്കളുണ്ട്. അതിൽ ഉമ്മാക്ക് ഏറ്റവും കൂടുതൽ ഉമ്മ പോയിട്ടുള്ള സ്ഥലം ഏതാ ചോദിച്ചാൽ സീനാത്താൻ്റെ വീടാണ്. കാരണം
ഉമ്മാക്ക് ഇപ്പോഴാട്ടോ വയ്യാതായതൊക്കെ. ഇപ്പം ഉമ്മാക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഒരാളുടെ ആശ്രയം വേണം. അപ്പം ഉമ്മയുടെ കിണങ്ങാരത്തിനൊക്കെ ഇന്നെ കിട്ടുള്ളൂ. അപ്പോൾ ഇന്നെ കണ്ടുനോക്കുമ്പോൾ ഉമ്മ പറഞ്ഞു നമുക്ക് ഇന്ന് അങ്ങനെ പോയാലോ പറഞ്ഞു. ഞാനിപ്പോൾ ഇങ്ങോട്ട് വട്ടുള്ളിക്ക് വെറുതെ ഉമ്മാൻ്റെ അടുത്തേക്ക് വന്നതാണ്, അങ്ങനെ പോകണമെന്നൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു അങ്ങോട്ട് വരുമ്പോൾ എന്നാൽ പറഞ്ഞിക്കുകയാണെങ്കിൽ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വരാമായിരുന്നു. ഇനിയിപ്പോൾ വീട്ടിൽ പോയിട്ട് ക്വാർട്ടേഴ്സിൽ പോയിട്ട് ഇനി ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വേണ്ടായിരുന്നു. ഇനിയിപ്പോൾ അപ്പോൾ ബുദ്ധിമുട്ടാവുമോ എന്നൊക്കെ വെച്ച് ഉമ്മക്ക് വിഷമം പോലെ. അപ്പോൾ ഞാൻ പറഞ്ഞു ഉമ്മക്ക് സന്തോഷം ഇപ്പോൾ അവിടേക്ക് പോകണതല്ലേ. ഞാൻ പറഞ്ഞു സാരില്ല നമുക്ക് പോവാമെന്ന് പറഞ്ഞു. ഉമ്മ ആദ്യമൊക്കെ ഒറ്റയ്ക്ക് പോയിരുന്ന ആളാണ് കേട്ടോ. ഒറ്റയ്ക്ക് പോയിരുന്ന് ഒരു മാസത്തിൽ തന്നെ 3-4 പ്രാവശ്യം 3-4-5 പ്രാവശ്യമൊക്കെ ഉമ്മ പോയി പോരും ബസ്സിലാദ്യം. ഉമ്മക്ക് ആകെ അറിയുന്ന വഴി അതാണ്, ഉമ്മ സീനാത്തടക്കുള്ള വഴി. 2 ബസ് കയറി പോകണം, മരുദൂരാണ്. പക്ഷെ ഉമ്മ ഏറ്റവും കൂടുതൽ അങ്ങോട്ടാ പോവുക. അങ്ങനെ പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞ് വൃത്തിയാക്കിയതിൻ്റെ ശേഷം ഞാനും ഉമ്മയും കുട്ടികളും കൂടിയിട്ട് വട്ടളി സെൻറ്ററിൽ നിന്ന് ഒരു ഓട്ടോ വിളിച്ചിട്ട്, ഞങ്ങൾ വരുമ്പോൾ നടന്നിട്ടാണ് വന്ന്, പോകുമ്പോൾ ഉമ്മാക്ക് നടന്ന് പോകണ്ടേ. അപ്പോൾ ഞങ്ങൾ ഓട്ടോ വിളിച്ചിട്ട് ക്വാർട്ടേഴ്സിൽ പോയിട്ടോ. അവിടെ പോയിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് പിന്നെ സീനാത്താർക്ക് പോകാമെന്ന്. അങ്ങനെ പോകാമെന്ന് പറഞ്ഞു നോക്കുമ്പോൾ ഉമ്മാക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. സന്തോഷം പോവൽ മാത്രമല്ല, പോയിട്ട് നിന്നിട്ട് നാളെ വരാമെന്ന് പറഞ്ഞു. കുട്ടികൾക്ക് നാളെ മദ്രസ ആകുമ്പോഴത്തേനും വരാമല്ലോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ വീട്ടിൽ വന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തതിൻ്റെ ശേഷം പിന്നെ ഞങ്ങൾ പട്ടാമ്പിയിൽ പോയിട്ട് ബസ് ഇറങ്ങിട്ടോ. അവിടുന്ന് കുറച്ച് ഫ്രൂട്ട്സും ബേക്കറിയൊക്കെ മേടിച്ച്. അപ്പോൾ പിന്നെ താത്താൻ്റെ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ മക്കൾക്കും നല്ല സന്തോഷം കേട്ടോ. ഞാനൊക്കെ ഇതുപോലെ ഇപ്പോൾ അടുത്തൊന്ന് പോയി പോന്നു, വണ്ടിയിൽ പോയി പോന്നു. വണ്ടിയിൽ പോകുമ്പോൾ പറഞ്ഞ പോലെ മക്കളെ 4 ആൾക്കും കൂടി വണ്ടിയിൽ പോകാനും പറ്റില്ലല്ലോ. പിന്നെ കാറൊക്കെ ഉണ്ടെങ്കിൽ സുഖമാണ്, എല്ലാവർക്കും കൂടി പോവാം. അങ്ങനെ ഞങ്ങൾ അധികം ബസ്സിൽ തന്നെ കേട്ടോ എല്ലായിടത്തേക്കും പോവാറ്. കാറില്ലല്ലോ അല്ലേ, പിന്നെ ബസ്സിൽ തന്നെ പോകണ്ടല്ലേ. എന്തൊക്കെയാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ബേക്കറി സ്വീറ്റ്സൊക്കെ മേടിച്ച് താത്താടക്ക് പോവാണ് കേട്ടോ. ഉമ്മ ഭയങ്കര ഇതിലാണ് കേട്ടോ, ഭയങ്കര സന്തോഷത്തിലാണ്. സീനാടക്ക് പോവുക ഉമ്മക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഉമ്മക്ക് ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിലാണ്, ആരെങ്കിലും ഇതുപോലെ കിട്ടിയാലാണ് ഉമ്മക്ക് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. ഇമ്മ ഇപ്പോൾ എന്താ അവസ്ഥ വെച്ചാൽ നമ്മളിങ്ങനെ റോട്ടിൽ കൂടെ തന്നെ ഇങ്ങനെ ബസ്സിനടുക്ക് നടന്ന് പോകുമ്പോൾ ഇങ്ങനെ പോണ ആൾ കാണാൻ പിന്നെ ചെരിഞ്ഞ് അങ്ങോട്ട് പോണ്. ഉമ്മ നിങ്ങളെ എന്താ അങ്ങോട്ട് പോകണം, ഇങ്ങോട്ട് നീക്കി പറയും. അപ്പോൾ എന്താ വെച്ചാൽ അവർ വയസ്സായി ഇപ്പോൾ കുട്ടികളെ പോലത്തെ അവസ്ഥയാണ്. ഫാത്തിമാനെയും മോനും നോക്കണ്ട, ഉമ്മാനെപ്പോൾ പിടിച്ചിട്ട് വേണം ഉമ്മാനെ കൊണ്ടുപോകണമെങ്കിൽ. ബസ്സിൻ്റെ റോട്ടിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ പോകുമ്പോൾ, അതുപോലെ ബസ്സിൽ കയറുമ്പോൾ ഇറങ്ങുമ്പോൾ ഒക്കെ ഒരാൾ കൂടെ തന്നെ വേണം. അങ്ങനെ ഞങ്ങൾ മരുദൂർ വന്ന് ഇറങ്ങിയിട്ടാ. അങ്ങനെ അവിടുന്ന് ഒരു ലേശം നടക്കാണ്ട് കേട്ടോ താത്താൻ്റെ അവിടെ. മെയിൻ റോട്ടിൽ തന്നെയാണ് മരുദൂർ. അവിടെ ബസ് ഇറങ്ങിയിട്ട് ഒരു ശേഖരം ഉള്ളിലേക്ക് നടക്കാണ്ട്. അപ്പോൾ അങ്ങനെ അങ്ങോട്ട് നടന്നിട്ട് വരികയാണ് കേട്ടോ താത്ത. അപ്പോൾ അവിടെ എന്താ ഞങ്ങൾ ജസ്റ്റ് ഇവിടേക്ക് ഇങ്ങോട്ട് പോരുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളവിടെ വീട്ടിലില്ലേ, ഞങ്ങൾ പേര് വിട്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കും ഭയങ്കര സന്തോഷം. ഉമ്മി ഞങ്ങളൊക്കെ വരികയാണെന്ന് പറഞ്ഞു നോക്കുമ്പോൾ ഭയങ്കര സന്തോഷം. ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വരിക, ഫുഡൊന്നും റെഡിയാക്കണ്ട, ഞങ്ങളോട് എത്താറായിക്കണു, ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വരിക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ താത്തയും അളിയനും. താത്താക്ക് 4 പെൺകുട്ടികളാണ് കേട്ടോ. 4 പെൺകുട്ടികളും ഒരാൺകുട്ടി, 5 മക്കളാണ്. അതിൽ 3 പെൺകുട്ടികളെ കല്യാണം കഴിഞ്ഞു. അതിൽ കല്യാണം കഴിഞ്ഞ ഒരാൾ അവിടെ ഉണ്ട്, രശ്മി എന്ന് പറയും. അവളും അവളുടെ മോനും അവിടെ ഉണ്ട്. അതുപോലെ ഇനി കല്യാണം കഴിക്കാനുള്ളൊരു കുട്ടിയുണ്ട്, പിന്നെ ഒരു ആൺകുട്ടി. അങ്ങനെ അവിടെ ഉണ്ട്. എന്താ പറയുക, സ്നേഹിക്കാൻ മാത്രം അറിയുന്ന കുറച്ച് പേരുള്ള വീടാണ് കേട്ടോ. അങ്ങനെ വീട്ടിലെത്തിയിട്ടോ. അങ്ങനെ അതിൻ്റെ ഇടയിൽ ഇക്ക വന്നു കേട്ടോ. അവിടെ പണി മാറ്റിയിട്ട് വീട്ടിൽ പോയി കുളി കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇങ്ങോട്ട് വന്നിക്കും. ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ട് വിളിച്ചിരിക്കുന്നു. അപ്പോൾ എന്താ ഞാൻ എടുത്തു കൊടുത്തിട്ടുള്ള ടീഷർട്ടും പാൻറ്റൊക്കെ ഇട്ടിട്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വന്നിക്കുകയാണ്. അപ്പോൾ കുട്ടികൾ ചോദിക്കുന്നുണ്ട് ഇപ്പച്ചി ഇത് ഇട്ടോ. എൻ്റെ ഉമ്മച്ചിക്കൊരു സന്തോഷം ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അത് ഇട്ടിട്ട് വന്നിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഫുഡൊക്കെ കഴിച്ചു. താത്തൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് എല്ലാവരോടും വർത്താനം പറഞ്ഞ് കുറച്ച് നേരം ഇരുന്ന് വാർത്ത കണ്ട് അതൊക്കെ കഴിഞ്ഞ് ഒരു 10 മണി 10:30 ആയിക്കണു കേട്ടോ. 10:30 ആയിക്കണു. എന്നിട്ട് പറഞ്ഞു ഞാൻ പോവാണ്. ഇക്കാക്ക് അവിടെ കിടന്നാൽ തന്നെ ഉറക്കം വരുള്ളൂ. കുട്ടികളോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ വരുന്നുണ്ടോ, ഞാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആൾ യാത്ര പറഞ്ഞിട്ട് പോവാണ് കേട്ടോ. അടുത്ത പൂച്ച കുട്ടി ഉറങ്ങിയില്ലല്ലോ. കുട്ടിയെ
പൂച്ചനെ കണ്ടിട്ടല്ലേ മറന്ന് പൂച്ച പൂച്ചടാ. അങ്ങനെ രാവിലെ നേരത്തെ ചാവടിക്കായിരുന്നു കേട്ടോ. പുട്ട് ഇറച്ചിയായിരുന്നു, നല്ല അടിപൊളി പുട്ടായിരുന്നു കേട്ടോ. താത്ത അവിടെ തന്നെ പൊടിപ്പിച്ച പൊടിയാണത്. അപ്പോൾ അങ്ങനെ പുട്ടൊക്കെ കഴിച്ച് ഞങ്ങളവിടുന്ന് പോന്നു കേട്ടോ. ഇതവിടുത്തെ മോനാണ്, ഒരു മോനേ ഉള്ളൂ പറഞ്ഞില്ല, ആ മോനാണ്. അത് ഉമ്മാനായിട്ടിരുന്ന് സംസാരിക്കാൻ കേട്ടോ. അപ്പോൾ വീഡിയോ ഓണാക്കി നോക്കുമ്പോൾ മറിച്ചിരിക്കുക. അങ്ങനെ അവിടെയുള്ള അപ്പുറത്തും ഇപ്പുറത്തുള്ള വീട്ടുകാരൊക്കെ ഇങ്ങനെ എപ്പോഴും വീട്ടിലേക്ക് വരും കേട്ടോ. എല്ലാവരും അവിടെ അടുത്തുള്ള കുടുംബക്കാരും അടുത്തുള്ള അയൽവാസികളൊക്കെ. അപ്പോൾ ഉമ്മ അവരോടൊക്കെ യാത്ര പറഞ്ഞിട്ട് ഞങ്ങൾ പോകാമെന്ന് പറഞ്ഞിട്ട് പോരുകയാണ് കേട്ടോ. താത്തി ഞങ്ങളെ കൂടെ പോന്നു. നേരത്തെ കുട്ടികൾക്ക് മദ്രസ ഉണ്ട്. അപ്പോൾ മദ്രസ കഴിയുമ്പോൾ ആകുമ്പോഴത്തേനും പോകണ്ടേ. അന്ന് മൊബിയുടെ വീട്ടിൽ നിന്ന് പോകുന്ന പോലെ 9 മണിയാകുമ്പോഴത്തേനും മദ്രസ ഉണ്ട്. അപ്പോഴത്തേനും വീട്ടിലേക്ക് എത്തണം. കുട്ടികൾക്ക് അവിടെ ചെല്ലുക, പർദ്ദ മാറ്റുക, മദ്രസയ്ക്ക് പോവുക. ആ ഒരു ലെവലിൽ അവിടെ എത്തുന്നുണ്ടാവുള്ളൂ. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോരുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബായ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, ബായ്.